കോട്ടപ്പടി പഞ്ചായത്തിൽ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ വഴിയാണ് തൈകൾ വിതരണം ചെയ്തത്. ഓണക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പൂക്കൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. ഓണവിപണി മുന്നിൽ കണ്ടാണ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളുടെ വിതരണം നടത്തിയത്. ഓണക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പൂക്കൾ, പച്ചക്കറി എന്നിവയിൽ ഭാഗികമായാണെങ്കിലും സ്വയം പര്യാപ്തതയിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. കേരള സർക്കാർ മുൻകൈയെടുത്ത് മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് മിനി ഗോപി നിർവഹിച്ചു. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് നല്ല പുറത്തുനിന്ന് നമുക്ക് 400 രൂപയൊക്കെ വില വരുന്ന രീതിയിൽ വാങ്ങിക്കൊണ്ടിരുന്ന സാധനത്തിന് നമ്മളൊക്കെ എല്ലാ പ്രദേശങ്ങളിലും ഇത് ചെയ്തു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അതിന് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതിന് വില കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. നമുക്കിത് നമ്മൾ ചെയ്യാനായിട്ട് ഇതുവരെയും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാത്തൊരു സാഹചര്യം വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഓണത്തിന് ഒരു വട്ടിപ്പുഷ്പം എന്ന രീതിയിലേക്ക് അവരുടെ അത്യാവശ്യത്തിൻ്റെ ഒരു വീട്ടിലാണെങ്കിലും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത്ര വലിയ വില കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന രീതി. നമ്മുടെ ഷോസർ പറഞ്ഞൊരു കാര്യം, ഇത് ഞാൻ കുറെ നാളുകൾ തുടങ്ങി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ സാറാമ ജോൺ, ഷിജി ചന്ദ്രൻ, സന്തോഷ് അയ്യപ്പൻ, സണ്ണി വർഗീസ്, ഷൈമോൾ ബേബി, റംല മുഹമ്മദ്, ശ്രീജ സന്തോഷ്, കൃഷി ഓഫീസർ ജിജി ജോബ്, കൃഷി അസിസ്റ്റന്റുമാരായ നിഷാന്ത് കെ, റഷീദ് KM തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണ് കളച്ച് ഇളക്കിയ ശേഷം 40 സ്ക്വയർ മീറ്റർ സ്ഥലം, ഏതാണ്ട് ഈ 2 കാടുകൾക്കിടയിലുള്ള ഇത്ര സ്ക്വയർ ചതുരം ഒരു 41 സെന്റ് ഉണ്ട്. ആ 1 സെന്റ് സ്ഥലത്തേക്ക് നമുക്ക് ഒരു 100 കിലോളം ജൈവവളം, ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത്, ചേർക്കാൻ കഴിയണം. അതുപോലെ നമുക്ക് ഡോളോമൈറ്റ് ആണെങ്കിൽ ഒരു 3 കിലോ, അല്ലെങ്കിൽ കുമ്മായായാലും മതി. കുമ്മയാണെങ്കിൽ 2 കിലോ ആയാലും മതി. അപ്പം മണ്ണിൻ്റെ പുളിപ്പ് കുറയ്ക്കാനായിട്ട് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളും ആവശ്യമാണ്, അത് ചേർക്കണം. അത് കൂടാതെ നമുക്ക് അല്പം രാസവളവും വേണം. ഈ പറയുന്ന 1 സെന്റിലേക്ക് ഏതാണ്ട് ഒരു 200 ഗ്രാം യൂറിയ, ഒരു 200-250 ഗ്രാം കറുത്ത മസൂരിപ്പോസില്ലേ, മസൂരിപ്പോസ് അല്ലെങ്കിൽ റോക്കോസൈറ്റ് എന്ന് പറയുന്ന ഫോസ്ഫറസ് വളം, എല്ലുപൊടിയായാലും കുഴപ്പമില്ല, ഒരു 100 ഗ്രാം പൊട്ടാഷ്, ഇത്രയും കാര്യം കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഇത് നടുന്നതെങ്കിൽ അതിൻ്റെതായ ഒരു ഗുണം കിട്ടും, വളർച്ചയും കിട്ടും. മീഡിയ സൃഷ്ടി, കോതമംഗലം.